എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദേവി പ്രസാദ്. ഞാൻ ഈ സംഘടനയുടെ 2019 മുതൽ ഇതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ശ്രീ ഗോപകുമാർ, പാസ്റ്റ് പ്രസിഡൻ്റാണ്. അതുമാത്രമല്ല ഞങ്ങളുടെ ഈ സമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. എൻ്റെ നേരെ വലതുഭാഗത്തിരിക്കുന്നത് ശ്രീ ശങ്കരനാരായണൻ. അദ്ദേഹം ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയാണ്, ഒരു വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ്. അങ്ങേ അറ്റത്തിരിക്കുന്നത് ശ്രീ വർഗീസ്, ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഓർബിറ്റ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു സംഘടനയുണ്ട്, ഓർഗനൈസേഷൻ ഓഫ് റിട്ടയേർഡ് ബാങ്കേഴ്സ് ഇൻ ട്രിവാൻഡ്രം. എല്ലാ ബാങ്കുകളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ഒരു സംഘടനയാണിത്. ഇതൊരു സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷനാണ്. 1998 മുതൽ ഇത് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരികയാണ്. ഇതിൽ ഏതാണ്ട് 480ഓളം അംഗങ്ങളുണ്ട്. ഞങ്ങൾ വിവിധങ്ങളായ പരിപാടികൾ വളരെ റെഗുലറായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെയധികം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ 27 ബാങ്കുകളിൽ നിന്നുള്ള അംഗങ്ങൾ ഞങ്ങളുടെ ഈ സംഘടനയിലുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെയധികം ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാം ഞങ്ങളുടെ അംഗങ്ങളുടെ സ്വമേധയുള്ള കോൺട്രിബ്യൂഷനിൽ നിന്നാണ് ഇതെല്ലാം നടത്തുന്നത്. അനാഥാലയങ്ങളിൽ അവശ്യ സാധനങ്ങൾ കൊടുക്കുക, നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെയുള്ള ഈവൻ കോവിഡിൻ്റെ സമയത്ത് PPE കിറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിന് കൊടുക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 98 തുടങ്ങിയ ഈ സംഘടനയുടെ ഈ ഓർഗനൈസേഷൻ്റെ ഇപ്പോൾ സിൽവർ ജൂബിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിൽവർ ജൂബിലി കഴിഞ്ഞ വർഷം ഏപ്രിൽ 28 ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സുഡാനിലോട്ട് ഇന്ത്യൻസിൻ്റെ ഇവാക്വേഷന് പോകേണ്ടി വന്നത് കാരണം അദ്ദേഹത്തിന് അന്ന് വരുവാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ വാലിഡേറ്ററി ഫംഗ്ഷനാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. അത് ഈ വരുന്ന 29 നമ്മുടെ ആരാധ്യനായ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സാറാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടനുബന്ധിച്ച് ഞങ്ങൾ ഈ വർഷം സെലക്ട് ചെയ്തിരിക്കുന്ന 5 കുട്ടികൾക്ക് ഉള്ള സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് 3 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ സിൽവർ ജൂബിലി പ്രമാണിച്ചൊരു സൊവനീർ പുറത്തിറക്കുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ പ്രകാശനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള സർക്കിളിൻ്റെ ചീഫ് ജനറൽ മാനേജർ ശ്രീമതി ഭുവനേശ്വരി നിർവഹിക്കുകയും കാനറ ബാങ്കിൻ്റെ GM-ഉം SLBC കൺവീനറുമായ ശ്രീ KS പ്രദീപ് അത് ഏറ്റുവാങ്ങുകയും ചെയ്യും. അതിനെ തുടർന്ന് ഞങ്ങളുടെ അംഗങ്ങളുടെ കലാപരിപാടികളും ഇത് തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് ഫ്രീമേസൺസ് ഹാളിൽ ഓഗസ്റ്റ് 29 വൈകുന്നേരം 6:30 ഈ സമ്മേളനം നടക്കുന്നത്. ഇത്രയുമാണ് ആമുഖമായിട്ട് പറയാനുള്ളത്.